ഇന്ന് ഏത് കഴിക്കാ രാമൻകുട്ടിയെ? ആ കുഞ്ഞാപ്പുവാ. കുറിയൊക്കെ തൊട്ടുണ്ടല്ലോ. ഞാൻ അമ്പലത്തിൽ പോയിരുന്നു, ഒരു കച്ചവടം ഉണ്ട്. അല്ലെങ്കിൽ രാമൻകുട്ടി അമ്പലത്തിൽ പോണ എന്തെങ്കിലും കാര്യം നേടാനാണല്ലോ. അതൊന്നല്ലടോ, ഒഴിവിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട്. എന്തോ ഒരു വലിയ ഗോൾ ഒത്തു വന്നിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഈ ഇപ്പൊ ഈ അമ്പലത്തിൽ പോക്ക്. ഇനിയും കൂട്ടൂടാ കച്ചവടത്തിന്. ഞാൻ ഏതായാലും ഒരു പണിയില്ലാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കല്ലേ. കിട്ടണേ പാതി തരാം, ചിലപ്പോ തല്ലാവും. പറ്റെങ്കിൽ പോര്. അത് എന്നെ കൊണ്ടാവൂല കുട്ടിയെ. അത് എന്നെ വാങ്ങിക്കോ, ഞാൻ പോവാണ് ട്ടാ. മോനെ, കുഞ്ഞല്ലേ ഇവിടെ? അച്ഛനെവിടെ കുട്ടിയെ? വല്ലാത്തൊരു കാലം. കുട്ടികളിന്ന് തലയുയർത്തി നോക്കണം കൂടി ഇല്ല. ഉമ്മർത്താരെങ്കിലും വന്നാല് ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കന്നെ. എവിടെയാ കുഞ്ഞോനെ? അന്നെ ഞാൻ വീട്ടിലൊക്കെ അന്വേഷിച്ചല്ലോ. ആ രാമൻകുട്ടിയോ? എവിടെ നിന്നോ രാമൻകുട്ടി ഇത്രയും കാലം? നിങ്ങക്ക് പശുവിനെ കിട്ടിയാ? ഇല്ലയോടോ രാമൻകുട്ടിയെ. എന്നാ വരെ, ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പം അവിടെ കുട്ടി മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ട്. ഓനോട് വെച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. കുട്ടികൾക്ക് മൊബൈൽ ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടാത്ത അവസ്ഥ. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൊബൈൽ മതിയടോ, വേറെ ഒന്നും വേണ്ട. ആ നിക്കണേ, അതാണ് നമ്മുടെ പശു. കണ്ടാ കുഞ്ഞോനെ? നമ്മുടെ പശു അല്ല, ഉഷാറല്ലേ? ആ ഉഷാറൊക്കെ തന്നെ. ഉപദ്രവിക്കടോ പശു? ഓളെ കൊണ്ട് യാതൊരു കുഴപ്പമില്ലടോ. കണ്ടാ ഒരു കുഴപ്പമില്ല, പാവാണ് തന്നെ. പശു എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. ആ പറഞ്ഞ അത്ര ഒന്നും ആയില്ല. നമ്മുടെ പാസമില്ലേ, ഓനത് 20,000 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഏയ് ഇക്ക് അത്ര ഒന്നും വേണ്ട, ഒക്കെ ചെറിയ ഒന്നും മതി. ഓനെ പൈസക്ക് കുറച്ച് എടുക്കണ്ട്, അതുകൊണ്ട് വിൽക്കുകയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. എന്നാ പോയിട്ട് വന്നിട്ട് വാ, എനിക്ക് ടൈമില്ല. നിങ്ങളവിടെ നിൽക്കിട്ടാ, ഞാൻ പോരാ. ആ പോയിട്ട് വാ. ഉയർമ്പിനെ കൊണ്ട് വാസുവാ, വാസുവാ ഇങ്ങോട്ട് വന്നയ്യ്, ഒരു കച്ചവടം ഉണ്ടോ? ഉയർമ്പോട്ട് കേറിട്ടേ ഇതിമ നിക്കാൻ വയ്യ. അതൊക്കെ ഉണ്ടാവും. ആരാന്റെ മാവുമ്പ് കയറലല്ലേ എന്റെ പണി. എല്ലാം ആവും. നമ്മളതൊക്കെ തന്നെയാണ് രാമകുട്ടിയെ. നല്ല പുളിയറുമ്പുണ്ടല്ലോ പറയും പോലെ. ആ കുഞ്ഞ വന്നിട്ടുണ്ട് പശുവിനെ വാങ്ങാൻ. അതൊന്ന് തീരുമാനമാക്കണം. വേഗം വാ. പശുവിനെ ഓനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓൻ പശുവിന്റെ അടുത്തുണ്ട്. ആ എല്ലാം നടക്കുക. പിന്നെ അതൊക്കെ ഞാൻ നടത്തോളൂ. ഇത് നടത്താതെ വിടരുതിട്ടാ. ഇല്ലാന്ന്. ആ എന്നാ മതി. ഓനെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് വാങ്ങിപ്പിക്കണം. ആ നിക്കണോൻ. ഇവനപ്പൊ ഇത് വാങ്ങാൻ വന്നിക്കണേ. ഓനെന്തായാലും വാങ്ങിക്കൂടെ? കുഞ്ഞോനെ, പശു എങ്ങനെയുണ്ട്? ആ പശു ഒന്നും കുഴപ്പമില്ല. എത്രക്ക് കിട്ടും? കുഞ്ഞോൻ കുറേ ദിവസമായി പശുവിനെ വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഞാൻ ഓനെ പോയി കൂട്ടിക്കൊണ്ടുവന്നതാ. അനക്ക് പറ്റെങ്കിൽ കൊടുത്തേക്ക്. അനക്കിപ്പോൾ എന്ത് കിട്ടണം? എനിക്കൊരു 20,000 രൂപ എങ്ങനെ ആയാലും കിട്ടണം. കാശിന് കുറച്ച് എടുക്കണ്ടോ, അതാണ്. കേട്ടില്ലേ? എനിക്ക് വേണ്ട, എനിക്ക് ആ റേറ്റിന് വേണ്ട. എനിക്ക് 20,000 രൂപക്കുള്ളൊന്നും അത് മുതലില്ല. ആ ഒരു ചെറിയ പശുക്കുട്ടിയാ. എനിക്ക് ഞാൻ പറഞ്ഞ റേറ്റിന് മതി. 10 പറഞ്ഞത്. 15 രൂപക്കാണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം. അതാണ്ട് പിടിച്ചോളി. ആ ഇത് ശരിയാവൂല. ഞാൻ പറഞ്ഞാണ് എനിക്ക് മതി. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ട. എന്താ എൻ്റെ വാസു, കുഞ്ഞോനല്ലേ കൊടുക്കാളോ? രാമൻകുട്ടിയെ നമ്മളെ ആൾ തന്നെയാണ്. നീ പയ്യനായിട്ട് നോക്ക്, എന്നിട്ട് കാര്യം പറയും. 15 രൂപക്കാണെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ഒഴിവാക്കി. വാസു ഞാൻ കൊടുത്താലോ? ഓനെ വളർത്താനല്ലേ? ആ ഒരു ചെറിയ പശുക്കുട്ടിയാ. എനിക്ക് വേണ്ടടോ, എനിക്ക് വേണ്ട. ഞാൻ പോവാണ്. ഓനെ പോയി ഞാൻ കച്ചവടാക്കിക്കാം. ഞാൻ ചെല്ലി രാമൻകുട്ടിയെ പോലെ കുഞ്ഞോനെ, ഇത് വാങ്ങിക്കാം. ഇതാ 15 ഉറുപ്പ്യ ഉണ്ട്. അതിലൊരു ഉറുപ്പ്യ കൂട്ടിയിട്ട് എനിക്ക് വേണ്ട. വേണമെങ്കിൽ തന്നാൽ മതി. ഇതാ നമുക്കേ 15,000 രൂപയ്ക്ക് ഇത് നമുക്ക് ഓനെ കൊടുക്കുക. ഹേയ് ഇത് ചെറിയ ഒരു പശുക്കുട്ടിയല്ല. ഇത് എടുക്കേണ്ടതുകൊണ്ടല്ലേ അതുകൊണ്ട് ഉറപ്പിച്ച്. ആ ആയിക്കോട്ടെ.
എണ്ണ നോക്കി കളാതെ നിക്ക്. നോക്ക് നോക്ക്. എണ്ണ, എണ്ണ, എണ്ണ. കൂടുതലില്ലല്ലോ. ആ ഓക്കെ. ആ റെഡി അല്ലേ? ആ ആ ആ ആ. എന്നാലേ അല്ല നിങ്ങളിപ്പോ എന്താ ഇങ്ങനെ നോക്കണേ? ഞങ്ങളുടെ ഒരു പശുവും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. പേരും പശുവോ? പിന്നെ ഇതൊന്ന് അയച്ചു കൈ കൊടുക്ക്. വേ നോക്കൂട്. പിടിച്ചോളൂ, പോയിക്കോളി എന്നാല്. ആ അങ്ങനെ പശുവിനെ കൊണ്ടേക്കോളെ. ആ, എനിക്ക് വയറ് വേനിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. രണ്ടിനെ പോകാൻ തോന്നുന്നുണ്ട്. എന്നാ ശരിട്ടാ. നടന്നോളൂ നടന്നോളൂ. പോവല്ലേ പശുവോ? എന്തേ വേണ്ടേ? ആരാണ് എന്റെ പശുവിനെ കൊണ്ടുപോണത്? നിങ്ങളെ പശുവോ? ഇതേ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ പശുവാണ്. അങ്ങോട്ട് മാറിക്ക, എന്റെ പശുവിനെ ഞാൻ കൊണ്ടോട്ടെ. നിന്റെ പശുവിനെ കൊണ്ടാൻ ഇയാൾ ആരോടും? ഏയ് നിക്ക് നിക്ക് നിക്ക്. അല്ല നിങ്ങളിപ്പോ എന്താ ഗുണ്ടാഴ്ച കാണിക്കണം? എടോടോ കയറുമെന്ന് വിടടോ. നിന്റെ പശുവാണിത്. നിങ്ങളാണ്ട് പറഞ്ഞാൽ മതി. അത് നിങ്ങളെ പശു നിങ്ങളെ തോതിലുണ്ടാവും. മാറിക്കും. എടാ ഇത് നിന്റെ പശുവാടാ, ഇങ്ങോട്ട് മാറടാ. നിങ്ങളാണ്ട് മാറിക്കും മനുഷ്യ. ഇതിപ്പോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ പശുവാണേ. ഇയാളെന്തേ കാണിക്കണത്? നിങ്ങളെ പശുവേ നിങ്ങളെ ഇങ്ങോട്ട് പരിയിലുണ്ടാവും. വരും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പശുവിനെ കക്കാൻ ഇറങ്ങിക്ക. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവൂലേ? ഇതൊക്കെ രാമക്കുട്ടി തന്ന പശുവാണേ. ഓ എന്നര മോനെ, ഓ നിങ്ങളെയും പറ്റിച്ചോ? ഇല്ല ഇല്ല, ഇതിപ്പോ ഞാൻ വാശുവിന്റെ ഒക്കെ വാങ്ങിച്ചതാണ്. ഇന്നാളും രാമൻകുട്ടി ഇന്നെ ഇതേമാതിരി പറ്റിച്ചതാ. ഇത് എന്റെ പശുവാണ്. ഇത് എവിടൊക്കെ തെരഞ്ഞെടുത്ത കിട്ടിയത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്താ വിചാരിച്ചേ? പാടത്ത് കെട്ടിയ പശുക്കൾക്ക് നാദല്ല വിചാരിച്ച നിങ്ങള്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിലേ ആ വാശുവിനോട് പോയി പറയും. ഞാൻ വാങ്ങിച്ച ഇന്റെ പശുവാണിത്. നിങ്ങൾക്ക് വല്ല കഥ അറിയോ? ഇത് കമ്പ്യൂട്ടർ യുഗ. അതിന് പശുവിന്റെ കാതില് കിടക്കുന്ന കമ്മല് കണ്ട? അത് ചിപ്പാണ്, ചിപ്പ്. ഈ പശുവിന്റെ അടുത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഫോണിൽ കാണാം. മേയാൻ വിട്ട പശുക്കളൊക്കെ വിറ്റ് കാശാക്കുന്ന ആളാണ് ഈ രാമൻകുട്ടി. അറിയോ എനിക്ക്? നിങ്ങളെ പോലെ തട്ടിപ്പേർക്കുള്ള കെണിയാണിത്. മനസ്സിലായോ? പഠിച്ചോനെ, ഞാൻ തട്ടിപ്പുകാരനല്ലടോ. അല്ലാതെ നിങ്ങൾ പുണ്യാളനാ? രാമൻകുട്ടീനെയും വാസുവിനൊപ്പം കൂടിയിട്ടേ എന്റെ പശുവിനെ അടിച്ചു മാറ്റാൻ നോക്കല്ലേ നിങ്ങള്? തട്ടിപ്പുകാരനല്ല അത്ര. ഇങ്ങനെ ഉണ്ടാക്കിയതല്ലേ നിങ്ങൾ ഈ മുതലൊക്കെ? എന്റെ കാശും പോയി മാനം പോയല്ലോ. ഇപ്പോ നിങ്ങളെ വരി രണ്ടാലൊന്നും എനിക്ക് തീരുമാനിക്കണം. എനിക്ക് എന്റെ മാനം കാക്കണം. നിങ്ങൾ എന്തിനാ മാനം കാക്കണ്? മാനം കാക്കാൻ പടച്ചോല്ലേ? അവനെ എന്നെ ഇങ്ങനെ പറ്റിക്കൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഓനെന്ന് ഞാൻ ശരിയായി കൊടുക്കാം. വാസു, 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 ഇങ്ങോട്ട് ഇറങ്ങി വാടാ വാസു. ഏടോ മുങ്ങിയതാടോ. ഞമ്മക്ക് ആ രാമക്കുട്ടിന്റെ അടുത്ത് വാ. വരുന്നവൻ നിക്കടവിടെ. ഞാനല്ല രാമൻകുട്ടിയാണ്. ആരാടാ എന്റെ പശുവിനെ വെക്കാൻ? എന്റെ പശു എന്ന് പറഞ്ഞിട്ടല്ലടാ എനിക്ക് അതിനെ വിറ്റത്. എവിടാ എന്റെ രാമൻകുട്ടി? ഓൻ പേരയിലുണ്ടാവും, അങ്ങോട്ട് പോവുക. എവിടെടാ എന്റെ കാശ്? കാശൊക്കെ ഓന്റെ അടുത്താണ്, ഞാൻ വാങ്ങിട്ടില്ലേ. കുറച്ച് കാശ് എന്നിട്ട് ഇനിയും പറ്റിച്ചിക്കണോന്. ചിലക്കാതെ അങ്ങോട്ട് നടന്നൂടേ. എവിടെയാണ് ആ പഹ ഒളിച്ചിരിക്കണേ? അവൻ വീട്ടിലുണ്ടാവുകയാണോ? നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയ രണ്ടാളും. ഇതാ അങ്ങടെ കാശ് ഓൻ കൊണ്ടുവച്ചാണ്. നോക്കി ഇതാ ബാക്കി ഓന്റെ അടുത്തുണ്ടാവും. ഇതാ പോണു രാമൻകുട്ടി. എന്നോടല്ലോ നിക്കാൻ പറഞ്ഞോടെ. രാമൻകുട്ടി എന്റെ കാര്യം നോക്കാണ്. ഒന്ന് വേഗം പോയി പിടിക്കണോ. വേഗം ഓർഡർ ഇടാ അങ്ങോട്ട്. ഓനെ കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാ വാശു. അതോടെ പോട് ഓർഡറോ. ഇന്നോട് ബാക്കിൽ നടക്കുന്നു വേണ്ട ഓടണോ. നടക്കല്ല പറഞ്ഞു, ഓടാനാ പറഞ്ഞത്. ഓ മുങ്ങിയതാ തോന്നണത്. എന്തോ എന്റെ സ്പീഡ് വന്ദേ ഭാരതിന്റെ പോലെ പോക്ക്. ഫ്രണ്ട് ഇങ്ങനെ പോരി അവനത് മരത്തിന്റെ മേലെ പിടിക്ക്. വാസു നമുക്ക് പണിയാ നല്ലടാ. പിടിക്കടോ വേഗം ഒന്ന് ഓടടോ. എന്റെ അമ്മേ, അയ്യോ.
ഓടല്ലേ 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 ആ ഗോപാലൻ പോയാ? അവരിങ്ങളെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. നിങ്ങളൊന്ന് മാറിക്കളെ എങ്ങടെ പിടിക്കട വാസു അവനെ. ഒരു വാസു എന്താ കാണിക്കും? ഇനി ഓടി സ്വീപ്പ് ഉണ്ടാക്കല്ലേ അവനെ രാമകുട്ടിയെ. വിട്ടാ അണുക്കാണടി. ഓനെ കിട്ടില്ലടോ, ഇനി അടിക്കല്ലടോ. ആൾക്കാരെ പറ്റിച്ച് കാശ് ഉണ്ടാക്കാൻ നടക്കുകയാണില്ലേ നിങ്ങൾ രണ്ടാളും? ഞങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ട. സത്യം പറയണ ബാക്കി കാശ് എവിടെ ഇറങ്ങി? എന്റെ രാമകുട്ടിയെ ഒക്കെ പൊളിഞ്ഞിക്കണ്. ഓനെല്ലതും അറിഞ്ഞിക്കണ്. ഫോണിൽ കൂടി എല്ലാം കണ്ടിക്കണ്. കാശ് എടുക്ക്, വേഗം മര്യാദക്കിന്റെ കാശ് കിട്ടിട്ട് പറഞ്ഞൂട്. ആരെടുത്താണ് എന്റെ ബാക്കി കാശ്? രാമകുട്ടിയെ കാശ് കൊടുക്കട്ടെ. അടങ്ങി നിക്കടാ അവിടെ. ചിന്നെ ഉടായ്പനാക്കിട്ട് കുറെ കാലം മണ്ടിച്ചാണ്. ആൾക്കാരുടെ ചിന്നെ വഷളാക്കിയതാ. അന്ന് ഞാൻ അടുക്ക് വെച്ചിട്ടുണ്ട്. കുറി തൊട്ടിറങ്ങും രാവിലെ ആൾക്കാരെ പറ്റിക്കാനായിട്ട്. ഇപ്പോഴാണ് മനസ്സിലായിട്ട് ഇന്നെക്കാട്ടിലും വലിയ ഉടായ്പനാണല്ലേ. നിങ്ങൾ പിന്നെ വലിയ ജനകീയനല്ലേ? കണ്ടില്ലേ ഓന്റെ നാവ് ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ഞാൻ ജനകീയൻ തന്നെയാണ്. നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. ഈ നാട്ടിലെ ഏതെങ്കിലും വീട്ടിലെ കല്യാണത്തിന് ക്ഷണിക്കാതിരുന്നുണ്ടോ? ചോദിച്ചു നോക്ക്. വിളിച്ചതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുണ്ടാവും. മേശ വൃത്തിയാക്കാൻ വില എടുക്കാനൊക്കെ ആവും. ചിലക്കാതെ ഇങ്ങനെ കാശ് കെട്ടി എടുക്കണോ ആൾക്കാരെ പറ്റിക്കാനായിട്ട്. നോക്കൊന്നും വേണ്ടോ, വേഗം കിട്ടി എടുത്തുള്ളൂ. മേലാല് പണിക്കിറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് എണീക്കടാ. നിങ്ങളെങ്ങാൻ ഇങ്ങനത്തെ പണിക്ക് ഇറങ്ങിയാൽ ഇനി എന്തിനാ ഞങ്ങളെ അടിക്കാൻ? ഈ രണ്ടെണ്ണം എങ്ങാൻ ഈ ബൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോക്കി നിങ്ങളെ കൈ എന്നല്ലേ പിന്നെ എന്തിനാ ആൾക്കാരെ ഉപദ്രവിക്കാൻ നിൽക്കിട്ട് പോയിക്കാണ്? ഓരോ ഉടായ്പ കൊണ്ട് നേരം വെളുക്കുമ്പോ കേട്ട് ഇറങ്ങും. ഇനി എന്തെങ്കിലും ഉടായ്പറ്റുണ്ട് ഇറങ്ങട്ടെ അവര്. പഴയ കാലല്ലടോ, നമ്മള് പൊട്ടന്മാരായിട്ടാ. എല്ലായിടത്തും CCTV-യാ. എന്തൊരു കാലം അത്. കുഞ്ഞോന്റെ പേരിലെ ചെക്കൻ മൊബൈൽ നോക്കിയിട്ട് നേരം കളയും. വേറെ ഒരാൾ മൊബൈൽ നോക്കിയിട്ട് തട്ടിപ്പാരെ വിടും. ആൾക്കാർക്ക് മര്യാദക്ക് തട്ടിപ്പ് നടത്താൻ സമ്മതിക്കൂലെന്ന് വെച്ചാല് എന്നാലും രാമകുട്ടിയെ വല്ലാത്ത കച്ചവടമായി പോയി. ഇനി ഇമ്മാതിരി പരിപാടിക്കൊന്നും എന്നെ വിളിക്കരുതിട്ടാ.